യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയത്തിരും ആലോചന പറഞ്ഞു തരുന്ന ദൈവം, വഴി കാണിച്ചു തരുന്ന ദൈവം, സത്യത്തിന്റെ പാതയിൽ നടത്തുന്ന ദൈവം നമ്മോട് കൂടെ ഇരുന്ന് വഴി നടത്തേണ്ടതിനായിട്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും പല വിഷയങ്ങളുടെ നടുവിൽ നാം ഭയപ്പെടാറുണ്ട്. സ്തോത്രം. എന്തായിത്തീരും, ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഈ പ്രശ്നത്തിനകത്ത് ഞാൻ വീണു പോകുമോ എന്നുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പാകെ ഈ പകൽക്കാലം കാണുമായിരിക്കും. പക്ഷേ പകൽക്കാലം പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനായിട്ടുള്ള ഭയപ്പെടേണ്ട, സകലത്തിനും മതിയായ ദൈവം, സകല വിഷയത്തിനും പരിഹാരം തരുവാൻ കഴിയുന്ന, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടും. വിഷയങ്ങളുടെ നടുവിൽ എന്നെ ആര് സഹായിക്കും എന്ന് നാം ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പുറവും ഇപ്പുറവും മുൻപും പിൻപോക്കം നാം സഹായത്തിനായിട്ട് പലരെയും തേടുന്നുണ്ടായിരിക്കും. ആരും കാണാതിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, ഈ പകൽക്കാലം ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ സഹായം ഈ പകൽക്കാലം ദൈവത്തിൽ നിന്ന് വരും. സ്തോത്രം. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം നാം അനുഭവിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ആമീൻ. സ്തോത്രം. ഈ തിരുവചന ഭാഗം നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട്, ഹല്ലേലൂയ, പറയുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് ഉടനീളം നോക്കിക്കഴിയുമ്പോൾ അവിടെ എല്ലാം സ്തോത്രം ഭയപ്പെട്ടിരുന്ന ജനത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോയി. പ്രശ്നത്തെ അല്ല അവിടെ ആദ്യം കർത്താവ് പറയുന്നത്, ആ പ്രശ്നത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുന്ന ജനത്തെ ഉറപ്പിക്കുന്ന അനുഭവത്തെ, അല്ലെങ്കിൽ അവരുടെ ഭയത്തെ മാറ്റുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. സ്തോത്ര. അതുപോലെ തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകം വരെയും നമുക്ക് നോക്കുമ്പോൾ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട എന്ന്. സ്തോത്രം. കാരണം എന്താ? നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമ്മെ സംരക്ഷിപ്പാൻ കഴിയുന്ന, നമ്മെ പരിപാലിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അത്രേ നമ്മുടെ കൂടെയുള്ളത്. സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആരും നമ്മുടെ സഹായത്തിനായിട്ട് ഇല്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. ആരും നമ്മുടെ സഹായത്തിനായിട്ട് ഇല്ല എങ്കിൽ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം വലുതായിരിക്കാം, നീ കടന്നു പോകുന്ന സാഹചര്യം വലുതായിരിക്കാം, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന രോഗം നിന്റെ ജീവിതത്തെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിലും സ്തോത്രം എന്റെ യേശു കർത്താവിന് പറയാനായിട്ടുള്ളത് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കാം. സ്തോത്രം. ഞാൻ നിന്നെ വിടുവിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ആ കർത്താവിന്റെ ഇൻപമേറിയ ശബ്ദത്തിൽ നാം ഉറയ്ക്കുവാൻ തയ്യാറാക്കണം. ആ കർത്താവിന്റെ വാക്കുകളിൽ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ സ്തോത്രം നിന്റെ ഉള്ളിനകത്ത് കടന്നു വന്ന ഭയം, ഹല്ലേലൂയ, അത് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയെത്തിരും. ചില രോഗലക്ഷണങ്ങൾ നിന്നെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നിന്റെ കുടുംബത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങൾ നിന്നെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. തലമുറകൾ എന്തായിത്തീരുമെന്ന് നിന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറിച്ചുള്ള
ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ നിന്നെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ഭയപ്പെടേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പൽക്കാലം ധൈര്യത്തോടെ ഇരിക്കുമോ? അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലുസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്കും വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ രാത്രികാലവും ഈ പകൽക്കാലവും പരിശുദ്ധാത്മാവിന് നമ്മോട് കൈമാറാനായിട്ടുള്ളത്, പ്രശ്നം വലുതായിരിക്കാം, നീ പ്രശ്നത്തിന്റെ വലിപ്പത്തെ നോക്കാതെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ വലിപ്പത്തെ നോക്കാതെ, നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, ആ കർത്താവിന്റെ കരത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുക. അവിടെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഈ പൽക്കാല കർത്താവ് നിങ്ങളെ തൊടുവാനായിട്ടിടയെത്തിരും. പല വിഷയങ്ങളുടെ നടുവിൽ നീ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഭയം, ഹല്ലേലൂയ, എന്തായി തീരും, ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ഭയം, സാമ്പത്തികമായി നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, വല്ലാതെ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരിക്കാം. സ്തോത്ര. പക്ഷെ അതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഭയപ്പെടേണ്ട. സ്തോത്ര. ചില ഭവനത്തിന്റെ അകത്ത് നിന്ന്, സ്തോത്ര, ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ ദൈവം എടുത്തു കളയുക. സ്തോത്രം, ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ കർത്താവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കടന്നു വരുമ്പോ അവിടെ അബ്രഹാമിനോട് യഹോവയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും അത്രേ. ഹല്ലേലൂയ. അബ്രഹാമിനോട്, സ്തോത്ര, 15-ാം അധ്യായത്തിനകത്ത് എന്റെ ദൈവമായ യഹോവ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലം ആകുന്നു. അങ്ങനെ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഈ വചനത്തിൽ അങ്ങ് ഉറക്കിയ. സ്തോത്രം. നമ്മുടെ പരിചയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിമഹത്തായ പ്രതിഫലം തരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. സ്തോത്രം. നമ്മോട് കൂടെ ദൈവമുണ്ടെന്ന് പറയുമ്പോഴും നമ്മെ സഹായിക്കാനായിട്ട് ആരുണ്ട് എന്ന് നാം തിരയുന്ന അനുഭവമാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മെ സഹായിക്കാൻ കഴിയുന്നവരും അല്ലെങ്കിൽ നമ്മെ സഹായിക്കാമെന്ന് പറയുന്നവരൊക്കെയാ സാഹചര്യങ്ങൾ വരുമ്പോ അവർ നമ്മെ വിട്ട് അകലം വിട്ട് മാറിപ്പോകാം. സ്തോത്ര. അവർക്ക് നമ്മെ സഹായിപ്പാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ അവിടെയും ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, ഏത് എരിയുന്ന തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. സ്തോത്ര. പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം സഹായത്തിനായിട്ട് ഫോൺ എടുത്ത് മാറി മാറി വിളിക്കുന്നതിന് പകരം നീ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ? നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അറിയാമെന്ന് അരുളി ചെയ്ത ആ കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ആ സഹായിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നീ കർത്താവിങ്കിലേക്ക് നീ മുഖം ഉയർത്തുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നീ ഈ പകൽക്കാലം സഹായത്തിനായിട്ട്, അപ്പൊ അങ്ങ് സഹായിച്ചിട്ടല്ലാതെ എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നീ നിലവിളിയോട് കൂടി, ഹല്ലേലൂയ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നീ ഇതുവരെയും കാണാത്ത ഒരു ദൈവത്തിന്റെ സഹായം, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നീ ഇതുവരെയും
ഇതുവരെയും കാണാത്ത ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ സഹായത്താ ഇത് സാധിച്ചു എന്ന് പറയത്തക്ക രീതി നിന്റെ തകർച്ച കാണുക, നിന്റെ പരാജയം കാണുക, നിന്റെ തോൽവി കാണുക നോക്കി നിൽക്കുന്നവർ ഹല്ലേലൂയ കാണത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. പ്രശ്നങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നു, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രശ്നം നിന്നെ തൊടാതെ വേണം നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ആ വചനത്തിൽ കാണുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ അത് 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവികയില്ല, നീ തീ കൂടി നടന്ന വെന്തു പോകുകയില്ല, അഗ്നിജോല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ ഈ വചനത്തിൽ ധൈര്യപ്പെടുക. സ്തോത്ര ഹല്ലേലൂയ പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, ഈ പ്രശ്നം എന്നെ മുക്കിക്കളയും എന്നൊക്കെ ചിന്തിച്ചിരിക്കാം ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ ഹല്ലേലൂയ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ ഒരു കേടും പറ്റാതെ ആ തീക്കകത്തുനിന്ന് പുറത്തെടുപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പൽക്കാലം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അതെ, കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് ഈ പകൽക്കാലം വയ്ക്കുവാൻ തയ്യാറാക. നിന്റെ മുമ്പിൽ നിന്ന് പ്രതികൂലങ്ങൾ മാറിപ്പോക. നിന്നെ ഭയപ്പെടുത്തി ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതവണ നിന്നെ പിറകിലേക്ക് വലിക്കുമ്പോ ഈ പൽക്കാലം നീ ഭയപ്പെട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ കണ്ടുകൊണ്ട് നീ പിറകിലേക്ക് പോകുവാനല്ല, പ്രശ്നം അവിടെ നിന്നുകൊള്ളട്ടെ. നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകുമ്പോ പ്രശ്നം നിന്റെ മുമ്പാകെ രണ്ടായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ യഹോവയെ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നോട് നിലവിളിക്കുന്നത് തന്റെ ജനത്തോട് മുന്നോട്ട് പോക, യാത്ര ചെയ്യാൻ പറയുക. ഹല്ലേലൂയ സ്തോത്രം. മക്കളെ സ്തോത്രം. ഈ പകൽക്കാലം ദൈവ പൈതലേ നാം പിറകിലേക്ക് പോകുവാനല്ല സ്തോത്രം. നമ്മെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. മുമ്പ് ചെങ്കടൽ പോലെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാൻ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നോക്കാതെ വേണ നീ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകുമ്പോ ഏത് ആർത്തിരച്ച് കടന്നു വരുന്ന ചെങ്കടലായിരുന്നാല ആ ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ഉണങ്ങിയ അതിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ സർവശക്തനായ ദൈവമത്രേ നിന്റെ വലം കരത്തിൽ പിടിച്ചിരിക്കുന്നത്. സ്തോത്ര. ഈ പൽക്കാലം പരിശുദ്ധാത്മ ആരെയൊക്കെ ധൈര്യപ്പെടുത്തുകയാ. നിങ്ങൾ അധൈര്യപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം തമ്മിൽ ഈ പകൽക്കാലം ആരെയൊക്കെ ഉറപ്പിക്കുക. ആ സർവശക്തന്റെ കരം നിന്റെ മേൽ ചലിക്കുക. സ്തോത്രം. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങൾ കടന്നു വരാ, നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ട സാഹചര്യം കടന്നു വരാ, നദികളിൽ കൂടി നടക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരാ, തീയുടെ അനുഭവങ്ങൾ കടന്നു വരാ, അതേ സ്തോത്രം, അഗ്നി അനുഭവങ്ങൾ കടന്നു വരും. പക്ഷേ അതൊന്നും നിന്നെ തൊടാതെ വേണ നിന്നെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ഈ പൽക്കാലം ധൈര്യമായിരിക്കുക. സ്തോത്രം. നമ്മുടെ ഉള്ളിനകത്തുനിന്ന് ഭയം മാറട്ടെ. സ്തോത്ര. ചില വിഷയം കൊണ്ട് നടുവിൽ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. സ്തോത്ര. ഈ പൽക്കാലം എന്തൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന് ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. എന്ന് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ കൃപ, നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ സത്ത ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ വലം കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒന്ന് തറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ വിട്ടിട്ടു പോകുന്നൊരു ദൈവമല്ല. പ്രശ്നങ്ങൾ വരുമ്പോ വിട്ടേച്ചു പോകും ഈ ലോക മനുഷ്യൻ. പക്ഷേ നിന്നെ വലം കരത്തിൽ പിടിച്ചിരിക്കുന്ന കർത്താവ്, ഇതാ നിന്നെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നിന്നെ വിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല, നിന്റെ സഹായത്തിനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ വലുതായി കാണാതെ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നാം വലുതായി കാണുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നാം ഈ ലോകത്തിലെ മനുഷ്യരെ കണ്ടു ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ.
മനുഷ്യരുടെ വാക്കുകളെ കണ്ട് നാം ഭയപ്പെടേണ്ട. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന വേദനിക്കുന്ന അനുഭവങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ചില രോഗലക്ഷണങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ കണ്ട് നീ ഭയപ്പെടേണ്ട. കാരണം സ്തോത്ര, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരം നിന്റെ ജീവിതത്തിൽ സഹായമായിട്ട് ഈ പകൽക്കാലം വെളിപ്പെടും. സ്തോത്രം. പ്രിയ മക്കളെ, സ്തോത്രം. തിരുവചനത്തെ കാണുവാൻ സാധിക്കുന്നു. അതേ മനുഷ്യരുടെ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തി കളഞ്ഞിരിക്കാം. സ്തോത്ര. അതാ യായിറോസ് യേശുവിന്റെ അടുക്ക വന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ബാല്യക്കാരൻ വന്നു പറഞ്ഞു, കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ തട്ടി ഉണർത്തിക്കൊണ്ട്, നീ റൂമിനകത്തിരുന്ന് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്ര. പല വിഷയത്തിനകത്ത് നീ ഇന്ന് ഭയപ്പെട്ട് ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, സ്തോത്ര, നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ കരം. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരു റൂമിനകത്ത് ഭയപ്പെട്ടിരിക്കുമ്പോഴും കർത്താവ് അവിടെ നടുവിൽ ഇറങ്ങിയിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ പ്രശ്നത്തെ തൊടുന്നതിന് മുമ്പാകെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളുടെ നടുവേ നീ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അത് ആരുടെയൊക്കെ ഉള്ളിനകത്തുനിന്ന് ചില ഭയത്തിന്റെ അനുഭവത്തെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം എടുത്തു മാറ്റുകയാ. ചില വേദനിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, ചില ഭയപ്പെടുത്തുന്ന, ചിലത് പ്രേമിപ്പിച്ചു കളയുന്ന അനുഭവങ്ങൾ നിനക്ക് മുന്നോട്ട് ചലിക്കുവാൻ കഴിയാതെ വണ്ണ നിന്നെ റൂമിനകത്ത് ഒതുക്കി വെക്കുമ്പോ, ഹല്ലേലൂയ, നിന്നെ പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിന്നെ വെളിപ്പെടുകയാ. സ്തോത്രം. ഇവിടെ തിരുവചനത്തിലേക്ക് വായിച്ച ഭാഗത്ത് കടന്നു വരുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. 10-ാം വാക്യത്തിൽ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നെ നീതിയുള്ള വലം കൈക്കൊണ്ട് താങ്ങുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ സർവശക്തനായ ദൈവം 13-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കുക, ആ നീതിയുള്ള വലം കൈക്കൊണ്ട് നമ്മെ താങ്ങുന്ന സർവശക്തനായ ദൈവം നമ്മുടെ വലം കൈ പിടിച്ചിട്ടുണ്ട്. നീ താണ് വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ വീഴ്ച കാണാൻ നോക്കുന്നവർ കാണുമായിരിക്കാം, നിന്നെ വീഴ്ത്തിക്കളയുവാൻ നോക്കുന്നവർ കാണുമായിരിക്കാം, പക്ഷേ അവർ കാണിക്കെ നിന്നെ താങ്ങുന്ന ഒരു കരം, ഇതാ ഞാൻ ഉള്ളം കരത്ത് നിന്നെ താങ്ങുന്നു എന്നറിളി ചെയ്ത സർവശക്തനായ ദൈവം തന്റെ നീതിയുള്ള ഉള്ളം കരത്തിൽ, ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, ദൈവം നിന്നെ താങ്ങും. ഹല്ലേലൂയ. ആ കരത്തിലത്തെ, ഹല്ലേലൂയ, ആ വലം കൈ കൊണ്ട് കർത്താവ് നിന്നെ പിടിച്ചിരിക്കുക. സ്തോത്രം. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവ, ശത്രുവിന്റെ പദ്ധതിയിലേക്ക് നീ വീണ് തകർന്നു പോകുക, നീ പൊട്ടി ഇല്ലാതായി പോകുവാൻ വിട്ടുകൊടുക്കാത്ത ദൈവ, നിന്നെ താങ്ങുന്ന ഒരു ദൈവം അത്രേ. ആ ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ ദൈവം നിന്നെ വഹിച്ചിരിക്കുക. സ്തോത്രം. ആ ദൈവം നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ സഹായം എന്ന് പറയുമ്പോ നമുക്കറിയാം, സ്തോത്രം, എങ്ങനെയാ സഹായം എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും അഭിമുഖീകരിക്കുവാനുള്ള കൃപയും ശക്തിയും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല കാണുവാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, ഭാരങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, സ്തോത്രം, നിന്റെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ ആ ഒരു കൃപ, ഈ പ്രശ്നം ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള ഭയം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനെ ജയിക്കുവാൻ ആവശ്യമായ, അതിന്റെ മീതെ നിനക്ക് കടക്കുവാൻ ആവശ്യമായ, അതിന്റെ മീതെ നിനക്ക് കടന്ന് അക്കരെ എത്തുവാൻ, നിന്റെ മേൽ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവീയ വിടുതലിലേക്ക് കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ദൈവം നിങ്ങളുടെ മേൽ പകരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാ. തക്ക
തക്ക സമയത്ത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ. നീ ഒരു നിമിഷം ചിലപ്പോ പകച്ചു നിന്നിരിക്കാം, പക്ഷേ അവിടെ നിന്ന് നീ പോലും അറിയാതെ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും കൊണ്ട് നീ ചിലതിനെ ഓവർകം ചെയ്യും. നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവേ നീ പകച്ചു നിൽക്കുമ്പോ, ഹല്ലേലൂയ, നിന്നെ ആരോ എടുത്തുകൊണ്ട് അക്കരെ എത്തിക്കുന്നത് പോലെ, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്രശ്നത്തിനകത്ത് നിന്ന് കർത്താവ് നിന്നെ ശക്തീകരിച്ചുകൊണ്ട് എനിക്കിനി പോകാൻ കഴിയത്തില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോ ഈ പകൽക്കാലം അസാധാരണമായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും, ഹല്ലേലൂയ, നിന്റെ മേൽ പകർന്നു തന്നുകൊണ്ട് ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക്, ചില ദൈവിക വിടുതലുകളിലേക്ക് പരിശുദ്ധാത്മ നിന്റെ കരം പിടിച്ചു കയറ്റുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നീ ഇന്ന് ചിലതിനെ ജയിക്കും, ഹല്ലേലൂയ. നീ ചിലതിനെ ഇന്ന് ഓവർകം ചെയ്യും, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. ചില എക്സാമുകൾ എഴുതിയിട്ട് അതേ റിസൾട്ട് എന്തായി തീരുമെന്ന് ഭയം നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഭയത്തെ ദൈവം ഒന്ന് പുറത്താക്കുക. നിനക്കൊരു വിടുതൽ കർത്താവ് തരും, ഹല്ലേലൂയ. രണ്ടാം കാഴ്വ ശ്രദ്ധിക്കുന്നു, പ്രതിസന്ധികളിൽ സമാധാനത്തിന്റെ ഉറവിടമായ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രശ്നം ഇങ്ങനെ മൂർച്ഛിച്ച് കടന്നു വരുമ്പോ നമുക്ക് അസമാധാനം കടന്നു വരും. സമാധാനത്തോടെ ഇരിക്കുക, സ്വസ്ഥതയോടെ ഇരിക്കുവാൻ കഴിയില്ല. പക്ഷേ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, സമാധാന ഒരു ദൈവം, ഹല്ലേലൂയ, ആ സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്നത് എന്നാ പറയാറില്ലേ. പ്രശ്നം വലുതാണ്, പക്ഷേ എനിക്കെന്തോ ഒരു മനസ്സിനകത്ത് ഒരു ധൈര്യം, ഒരു ഉറപ്പുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ സമാധാനം ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ പകൽക്കാലം ചഞ്ചരിച്ചിരിക്കുന്ന ഹൃദയങ്ങളുടെ അകത്തേക്ക്, അസമാധാനത്തോടെ ഇരിക്കുന്ന ഹൃദയങ്ങളുടെ അടുക്കത്തേക്ക് സമാധാനത്തെ ദൈവം പകരുക. നിന്റെ ഭയത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് ഒരു സമാധാനം, ഹല്ലേലൂയ, ആ സഹായം, ഈ പകൽക്കാല സമാധാനത്തിന്റെ സഹായം, ഹല്ലേലൂയ, നീ ആ പ്രശ്നത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, അശാന്ത മനസ്സാട്ടി ഇരിക്കുവാൻ അനുവദിക്കാതെ ശാന്തമാക്കുന്ന ദൈവത്തിന്റെ സമാധാനം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില അശാന്ത മനസ്സുകളെ ദൈവം അവരെ ഇന്ന് തൊടുകയാ. കർത്താവിന്റെ കരം നിന്റെ മേൽ ഇന്ന് ചലിക്കുക. അത് അശാന്ത മനസ്സുകളെ മാറ്റിയിട്ട് ശാന്തമാക്കുന്ന ദൈവത്തിന്റെ കര, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന ദൈവത്തിന്റെ കര, യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിങ്ങളുടെ മേല, നിങ്ങളുടെ കുടുംബത്തിന് മേല, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മേലും ദൈവം പകരാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്ക, പ്രതിസന്ധിയുടെ നടുവിൽ സമാധാനത്തെ ദൈവം നിന്റെ മേൽ പകരും. സ്തോത്രം. നീ അതിനകത്ത് സ്വസ്ഥതയോടെ ആയിരിക്കും. നീ അതിനകത്ത് ആകുലപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതേ സ്തോത്രം. വിഷയത്തെ ഏറ്റെടുത്ത ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നീ സമാധാനത്തോടെ, ഹല്ലേലൂയ, സമാധാനത്തോടെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ഈ പകൽക്കാലം നിങ്ങളെ തൊടുകയാ. സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്നം വന്നപ്പോ ഇതിനെങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിച്ചു കാണുമായിരിക്കും. പക്ഷേ നീ സമാധാനത്തോടെ പ്രശ്നത്തെ ഇന്ന് പരിഹരിക്കപ്പെടുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അടുത്തൊരു കാര്യം കൂടെ കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കാര്യസ്ഥനായി മധ്യസ്ഥനായിട്ടും ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. നമ്മൾ കാലുകൾ ഇടറുമ്പോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോ ഒരു കാര്യസ്ഥനായിരുന്നു, ഹല്ലേലൂയ, സ്തോത്ര, ഒരു മധ്യസ്ഥനായിരുന്നു. സ്തോത്രം. ദൈവം നിന്നെ സഹായിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ, ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഏത് വഴി തിരഞ്ഞെടുത്താലും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാതെ നീ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ദൈവ, നിന്റെ പാതകളെ ഉപദേശിച്ചു തരുന്ന ദൈവ, സത്യത്തിന്റെ പാതയെ നടത്തുന്ന ഒരു ദൈവ, നിനക്ക് കാര്യസ്ഥനായും മധ്യസ്ഥനായും നിന്ന് നിന്നെ സഹായിക്കും. സ്തോത്ര. നിനക്ക് വേണ്ട ഗൈഡൻസ് തരുവാൻ എന്റെ ദൈവം കാര്യസ്ഥനായിട്ട് വെളിപ്പെട്ടു വരിക. നിനക്ക് വേണ്ടി വാദിക്കേണ്ടതിനായി മധ്യസ്ഥനായിട്ട് ചിലരുടെ അടുക്കലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരുവാനിടയായിത്തീരും. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതേ സഹായിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നാം കണ്ണുകളെ ഈ പകൽക്കാലം ഉയർത്തുക. ഭയപ്പെടാതെ നാം ഉറച്ചു നിൽക്കുക. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ദൈവ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവ, ലോക അവസാനത്തോളം എല്ലാ നാളും
ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സഹായനായിട്ട് ആ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ആകുലപ്പെട്ടു പോകണ്ട, നീ ഭയപ്പെട്ടു പോകണ്ട. ആ കർത്താവിന്റെ കരം നമ്മൾ തേടി വന്നിട്ടുണ്ട്. സ്തോത്രം. ആ കർത്താവ് ഇന്ന് നിങ്ങളെ കരപ്പിടിച്ച് നടത്തുന്ന പകൽക്കാലം അത്രേ. വായിച്ച ഭാഗത്ത് വായിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ, ഹല്ലേലൂയ, നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ സഹായത്തിനായി ദൈവം ഇറങ്ങി വന്നിരിക്കുക. സ്തോത്ര. ദൈവം ചിലപ്പോ സഹായിക്കാമെന്നല്ല പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ വലം കൈ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവ് ഇന്ന് പറയുക. സ്തോത്ര. ഒരു ഉറപ്പ് കർത്താവ് തരികയാ, ഒരു ബലം കർത്താവ് തരികയാ, ഒരു ധൈര്യം കർത്താവ് തരികയാ. കർത്താവ് നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞു വെക്ക്. പ്രിയ ദൈവ പൈതലേ, നീ മറ്റാരുടെ സഹായത്തിന് വേണ്ടി നീ നടക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ദൈവ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഈ പൽക്കാലം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. സർവശക്തനായ ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടും. നിങ്ങൾ ചില വാഗ്ദത്തങ്ങളിലേക്ക് കയറും. നിങ്ങളുടെ ഭയങ്ങളെ കർത്താവ് എടുത്തു മാറ്റി സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടെ കർത്താവ് നിങ്ങൾ ജയത്തോടെ വഴി നടത്തും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, ശബ്ദം ശ്രമിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പല വിഷയം കൊണ്ട് നടുവിൽ ഭയത്തോടെ തന്റെ ജനമായിരിക്കുമ്പോ ഈ പകൽക്കാലം, ഹല്ലേലൂയ, അവരുടെ വലം കൈ പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്ത ഈ വചനം തന്റെ ജനത്തിന്റെ വേണ്ടി റിലീസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഭയങ്ങൾ പുറത്തു പോകട്ടെ. സഹായനായിരിക്കുന്ന ദൈവത്തിന്റെ സഹായം അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്ത് ഈ പൽക്കാലം വെളിപ്പെടട്ടെ. കർത്താവെ, പരിചയായിരിക്കുന്ന അതിമഹത്തായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, തന്റെ ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. കർത്താവെ, ഈ പകൽക്കാലം ചില വിടുതലുകൾ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, ഭയപ്പെടുത്തുന്ന ഏത് വിഷയമായാലും അതിനകത്തൊരു ദൈവിക സമാധാന, ദൈവത്തിന്റെ കരുതൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ അതിനുള്ള കൃപയും ശക്തിയും, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ പൽക്കാലം വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങോട്ട് ജനം സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിന് സ്തോത്ര. മാനവും മഹത്വവും പോയച്ചയും അങ്ങേക്കായി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.